എറണാകുളം മാടവനയിൽ ബസ് അപകടം. ബസ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഒരു വശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ക്രെയിൻ കൊണ്ടുവന്നാണ് ബസ് ഉയർത്താൻ ശ്രമിക്കുന്നത്. 40ഓളം യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ് ഏതാണ്ട് 3/4 മണിക്കൂർ മുൻപ് മാടവനയിൽ വെച്ച് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞത്. ഒരു ബൈക്ക് യാത്രക്കാരൻ ബസ്സിനടിയിൽപ്പെട്ടിരുന്നു. അയാളുടെ നില ഗുരുതരമാണ് എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ അടക്കം പറയുന്നത്. 40ഓളം യാത്രക്കാർ വാഹനത്തിലുണ്ടായിരുന്നു. പലർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരന്റെ ആരോഗ്യനിലയാണ് ഗുരുതരം എന്ന സൂചനകൾ വരുന്നത്. അതിവേഗത്തിലായിരുന്നു വാഹനം എത്തിയത്. പെട്ടെന്ന് സിഗ്നൽ കണ്ടപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നോക്കി ഡ്രൈവർ. അതിനിടയിലാണ് വാഹനം മറിഞ്ഞത്. വാഹനത്തിനടിയിലേക്ക് സ്കൂട്ടർ യാത്രക്കാരനും പെടുകയായിരുന്നു. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. പരിക്കേറ്റ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്യാംകുമാർ അപകട സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അപകടത്തിൽപ്പെട്ട കല്ലട ബസ് ഉയർത്തി നേരെയാക്കിയിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരൻ ബസ്സിനടിയിൽ കുടുങ്ങിയ ആ ബൈക്കും ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നീക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപകടം സംഭവിച്ച ബസ്സിനുള്ളിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയറി പരിശോധന നടത്തുകയാണ്. ആരുമില്ല എന്ന അവസാനം ഉറപ്പിക്കണം. നേരത്തെ തന്നെ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ബസ്സിനുള്ളിൽ അവസാനവട്ട പരിശോധന പോലീസിന്റെ നടക്കുകയാണ്. ആ ബസ്സിനുള്ളിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കണം. 42ലധികം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നതെന്ന് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആൾ തന്നെ നമ്മളോട് പറഞ്ഞു. തമിഴ്നാടിന്റെ ആ യാത്രാ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മൈസൂർ വഴി ഈ ബസ് കറങ്ങി വന്നത്. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കല്ലട ബസ് അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽ ബസ്സിന്റെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഉൾപ്പെടെ നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ അപകടത്തിൽപ്പെട്ട ആളുകളെ 42 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരന് ഇന്നലെ ഗുരുതരമാണ് എന്നുള്ള വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നിലവിലെ ബസ്സിനുള്ളിൽ ആരുമില്ല എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ബസ്സിന്റെ മുകളിൽ കിടന്നവർക്ക് വലിയ പരിക്കേറ്റിട്ടില്ല. താഴെ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റത്. അമിത വേഗതയും സിഗ്നൽ ശ്രദ്ധിക്കാതെ ബസ് മുന്നോട്ടെടുത്തതുമാണ് കല്ലട ബസ് അപകടത്തിൽ ഉണ്ടാകാൻ ഇടയായതെന്നുള്ളത് ആ യാത്രക്കാരും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തൊട്ടുപുറകെ ഉണ്ടായിരുന്നവരും പറയുന്നുണ്ട്. ബസ് മറിഞ്ഞ് സിഗ്നൽ കാത്തു നിൽക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരന്റെ മുകളിലേക്കാണ് മറിഞ്ഞതെന്ന് ആ ദൃക്സാക്ഷി നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗത്തിൽ കടന്നുപോകാൻ ഡ്രൈവർ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. വരുത്തിവെച്ച ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ നില ഗുരുതരമാണ്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കൈക്കും കാലിനും ഉൾപ്പെടെ പരിക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബസ് ദേശീയപാതയ്ക്ക് കുറുകെ സിഗ്നലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ആ മറിഞ്ഞ ബസ്സാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ആ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഇടിച്ചിരുന്നു. ആശുപത്രിയിൽ പോകാൻ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ തുടരുകയാണ്. ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ട്. ആശുപത്രിയിലേക്ക് കുഴപ്പമില്ല. ഫോണും മറ്റു കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തായി പോയി. അതുകൊണ്ട് ഏതായാലും അപകടത്തിൽപ്പെട്ട യാത്രക്കാരൻ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനോടാണ് ആശുപത്രിയിലേക്ക് പോകണമോ എന്ന് പോലീസ് ചോദിച്ചതും വേണ്ട എന്ന് അദ്ദേഹം മറുപടി നൽകിയതും. ഏതായാലും അപകടത്തിനിടയാക്കിയ കല്ലട ബസ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ വലിയ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 42ലധികം പേർക്കാണ് പരിക്കേറ്റത്. പക്ഷേ ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ സിഗ്നൽ കാത്തുനിന്ന് നിയമമനുസരിച്ച് മുന്നോട്ട് പോകാൻ കാത്തുനിന്ന ബൈക്ക് യാത്രക്കാരന്റെ മുകളിലേക്കാണ് ഈ നിയന്ത്രണം വിട്ട ബസ് കല്ലട ബസ് മറിഞ്ഞ അപകടമുണ്ടായത്. ആ യാത്രക്കാരന്റെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഏതായാലും ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഏതായാലും യാത്രക്കാരെ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരുൾപ്പെടെ ഇവിടെ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറവ് പരിക്കേറ്റ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തി മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ട്രെയിനുകൾ ഉൾപ്പെടെ എത്തിച്ച് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. നിലവിൽ ബസ്സിന്റെ അകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ നടക്കുകയാണ്. ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന രേഖകളും മറ്റ് വിലപിടിപ്പ് സാധനങ്ങളും ഒക്കെ സുരക്ഷിതമായി മാറ്റേണ്ടതുണ്ട്. നിലവിൽ അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തി മാറ്റിയിട്ടുണ്ട്. യാത്രക്കാരുടെ നില ആ ബസ്സിനുള്ളിലുണ്ടായിരുന്നവരുടെ നില വലിയ ഗുരുതരമല്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ബസ്സിന് അടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ നില ഗുരുതരമാണ്. കല്ലട ബസ് അമിത വേഗത്തിലെത്തി സിഗ്നലിൽ ചവിട്ടി നിർത്തുന്നതിനിടെ മറിഞ്ഞാണ് ഒരു ബൈക്ക് യാത്രക്കാരന്റെ മുകളിലേക്ക് വീഴുകയും അപകടമുണ്ടാകുകയും ചെയ്തത്. ആ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. വേണു, ഷാമി, അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ചില നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അവർ പറയുന്നത്?
നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ആ ബസ് അമിത വേഗത്തിൽ വരികയും സിഗ്നലിൽ ഇടിച്ചു മറിയുകയുമായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ പറയുന്നത് ഈ വശത്തെ റോഡിൻ്റെ ഒരു വശം സുരക്ഷിതമല്ല, അവിടെ ഉയർച്ച താഴ്ചകളുണ്ട് ദേശീയപാതയിൽ, അത് ഒരു അപകടത്തിന് കാരണമായിരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അപകട കാരണം ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. കാരണം സിഗ്നൽ ശ്രദ്ധിക്കാതെ ബസ് മുന്നോട്ടെടുക്കുകയും റെഡ് സിഗ്നൽ ആകുകയും ചെയ്തതോടുകൂടി ബസ് മറിയുകയായിരുന്നു. ഇതാണ് സിഗ്നലിൽ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കാത്തു നിന്നൊരു ബൈക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്ക് വീഴുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കാനും ഇടയാക്കിയത്. ബാക്കി യാത്രക്കാർക്ക് 40-ലധികം യാത്രക്കാർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ അപകടം ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സിഗ്നൽ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഈ ബസ് അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ആളുകളെ ഉൾപ്പെടെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. ബൈക്ക് യാത്രക്കാരൻ്റെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ബസ് ഡ്രൈവർക്കുൾപ്പെടെ അപകടത്തിൽ കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടില്ല. ശ്യാം, ഈ അപകടത്തെപ്പറ്റി പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ഇതുവരെ ഈ അപകടത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്തിയിട്ടില്ല. അപകടത്തെക്കുറിച്ച് പരിശോധിച്ച ശേഷം പറയാമെന്നുള്ളതാണ് നേരത്തെ ACP ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവും ഉയർത്തിയ ബസ് നീക്കുന്നതിനുമൊക്കെയാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. ഏതായാലും മാറ്റിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. അതിവിടെ ലേക്ക് ഷോറിലുണ്ട്. ഒരാൾ ബ്രോഡായി. അതെ, ഇപ്പം ബാക്കി പറയാം. ഏറ്റവും പുതിയ വിവരപ്രകാരം ആ ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. ബസ് മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. എല്ലാവരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ACP രാജ്കുമാർ ഇപ്പോൾ 24-നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കല്ലട ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. ബസ് അമിത വേഗത്തിലെത്തി സിഗ്നൽ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ആ നിരപരാധിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ബസ് ബൈക്കിൻ്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ആ യാത്രക്കാരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ തിരക്കിലാണ് നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ. അതിനിടയിലാണ് ACP അപകടത്തെ സംബന്ധിച്ചുള്ള വിവരം പറയുകയും ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ അപകടമുണ്ടായി. ഭാഗ്യത്തിൻ്റെ അകമ്പടികൾ മാത്രം യാത്രക്കാരെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോഴും സിഗ്നൽ കാത്തുനിന്ന് നിയമം പാലിച്ച് മുന്നോട്ട് പോകാനായി നിന്ന ഒരു നിരപരാധിയായ യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു കല്ലട ബസ് ഉണ്ടാക്കിയ അപകടത്തിൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വേണു, ശ്യാം, ഈ എത്ര പേരാണ് പരിക്കേറ്റിരിക്കുന്നത്? അവരെ എല്ലാവരെയും ഈ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണോ ACP പറയുന്നത്? 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത്. അത് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുള്ളൂ. പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി നിൽക്കുന്നതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ എണ്ണമടക്കം അല്പസമയത്തിനകം സ്ഥിരീകരിക്കാമെന്നുള്ളതാണ് ACP അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ACP നൽകുന്നുണ്ട്. പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല. പക്ഷേ അപകടം ഉണ്ടാക്കിയ ബസ് മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കല്ലട ബസ് വരുത്തി വെച്ച ദുരന്തത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. വേണു, ഏതായാലും അപകടമുണ്ടാക്കിയ ബസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വലിച്ചു നീക്കുകയാണ്. നേരത്തെ ആ ബസ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ വലിയ ക്രെയിൻ കൊണ്ടുവന്ന് ആ ബസ് സംഭവ സ്ഥലത്ത് നിന്ന് വലിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അപകടത്തിൽപ്പെട്ട ബസ് ആ ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ ഗതാഗത കുരുക്കുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ആ ബസ് നീക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി വലിച്ചു നീക്കാനുള്ള ശ്രമമാണ് മാടവന ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 42 പേർക്ക് അപകടം പറ്റുകയും ബൈക്ക് യാത്രക്കാരൻ മരിക്കുകയും ചെയ്ത ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അപകടത്തിൽപ്പെട്ട യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. ഒരാൾ മരിച്ചതായിട്ട് ACP സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്കേറ്റ 42 പേരെയും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും അപകട സ്ഥലത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വേണു, ശ്യാം, ഈ യാത്രക്കാർ ഈ അപകടത്തെപ്പറ്റി എന്താണ് നേരത്തെ ശ്യാമിനോട് പറഞ്ഞത്? വേണു, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ബസ്സിൽ പലരും മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ബസ് മറിയുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്നുള്ളതാണ് കൊല്ലം സ്വദേശിയായ യാത്രക്കാരൻ പറഞ്ഞത്. തുടർന്ന് ബസ്സിൻ്റെ താഴെ ഭാഗത്തുണ്ടായിരുന്നവർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. മുകളിലുണ്ടായിരുന്നവർക്ക് തുലവും കുറവ് പരിക്കാണ് പറ്റിയിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോഴാണ് ഒരു ബൈക്ക് യാത്രക്കാരൻ അടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. രക്ഷാപ്രവർത്തകനും പറയുന്നത് ഈ അപകടം കണ്ടെത്തിയ ശേഷവും ബസ് ഉയർത്തിയ ശേഷം മാത്രമാണ് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരനെ അവിടെ നിന്ന് മാറ്റാൻ പോലും സാധിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ അപകടത്തിൻ്റെ സംഭവിച്ച ബസ്സാണ് ഇപ്പോൾ ഉയർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകട സ്ഥലത്ത് ഇപ്പോൾ അശ്വിൻ പാലാഴി അപകട സ്ഥലത്ത് ഉണ്ട്. അത് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അശ്വിൻ പങ്കുവെക്കും. വേണു, ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് വലിയ മഴയുണ്ടായിരുന്ന ഒരു സമയമാണ്.
ആ സമയത്താണ് ഈ ബസ്സുമായി ബന്ധപ്പെട്ട ഈ ബസ് സിഗ്നൽ റെഡ് സിഗ്നൽ വീഴുന്നത്. അവിടെ ചവിട്ടി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അമിത വേഗത്തിലായിരുന്നു ബസ് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ ചവിട്ടി നിർത്തുന്നതിനിടെയാണ് ബസ് പാളുകയും പുറകുവശം തെന്നി പാളുകയും അത് പെട്ടെന്ന് നിൽക്കുന്നതിൻ്റെ ബസ് നിന്നതിൻ്റെ ആ ഒരു വേഗതയിൽ അത് മറിയുകയുമായിരുന്നു. ഈ മറിയുന്ന സമയത്ത് ബസ്സിൻ്റെ ഇടതുഭാഗത്താണ് ഈ ബൈക്ക് യാത്രികൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ആത്യന്തികമായി ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകട കാരണം എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ സമയത്ത് കടുത്ത മഴയുണ്ടായിരുന്നതും വലിയ വെല്ലുവിളിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 8 പേരാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒപ്പം ഈ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികന്റെ ആരോഗ്യാവസ്ഥയും അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ്. വാഹന ഗതാഗതം കൂടി പൂർണ്ണമായും പുനഃസ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എന്തായാലും ഈ ബസ് പൂർണ്ണമായും ഉയർത്തി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തുടക്കം മുതലുണ്ടായിരുന്നു. ഈ പരിക്കേറ്റവരുടെ വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അതിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് 8 പേർ ആശുപത്രിയിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ളത് ആണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെ മറ്റു വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വെല്ലുവിളിയായത് ബസ്സിന്റെ അമിത വേഗത തന്നെയാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കിയത്. ഒപ്പം ഈ മഴ രാവിലെ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിശക്തമായ മഴയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മഴയിൽ റെഡ് സിഗ്നൽ വീണത് ഡ്രൈവർ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇത് കാണുകയും പിന്നീട് കണ്ട ഉടനെ തന്നെ ഇത് ബസ് ചവിട്ടി നിർത്താനുള്ള ശ്രമങ്ങളും നടത്തി. അങ്ങനെയാണ് പിൻവശത്ത് നിന്ന് ബസ് ഒരു വശത്തേക്ക് പാളുകയും പിന്നീട് അത് മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ എന്തായാലും ഈ പരിക്കേറ്റവരുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അത് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളൊന്നുമില്ല എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് ഈ ബൈക്ക് യാത്രികന്റെ ആരോഗ്യാവസ്ഥയാണ്. അത് അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അപകടമുണ്ടായ ഈ ബസ്, ഇത്രയും വലിയ ബസ് പൂർണ്ണമായും ആ ബൈക്ക് യാത്രികന്റെ മുകളിലാണ് അത് ഉയർത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് വരെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാരമായ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എവിടുത്തുകാരനാണെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ആളുകൾ അവരും പരിഭ്രാന്തരാണ്. അതുകൊണ്ട് തന്നെ അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ഈ 8 പേരിൽ ഗുരുതര അവസ്ഥയിലുള്ള ആളുകളെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് മാറ്റുന്ന നടപടികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായെങ്കിലും അധികം ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളതും ആശ്വാസകരമായ വാർത്തയാണ്. ഏതായാലും ഈ സിഗ്നൽ ഇടിച്ചാണ് വാഹനം മറിയുന്നത്. ആ സിഗ്നൽ പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് പൂർണ്ണമായും റോഡിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇനി എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. വേണം അശ്വിൻ, നേരത്തെ ശ്യാമിനോട് ACP രാജ്കുമാർ പറയുന്നുണ്ടായിരുന്നു ഒരാൾ മരിച്ചു, ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ച നിലയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ്. അതിൽ സ്ഥിരീകരണമുണ്ടോ? വേണു, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം അത് ഈ ബൈക്ക് യാത്രികനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ്. കാരണം അദ്ദേഹം ബസ്സിനടിയിൽപ്പെട്ട് ഏറെ നേരം നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അതീവ ഗുരുതരമായി പരിക്കേറ്റ ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് അനക്കമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. ഏതായാലും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് കാര്യമായിട്ട് ആർക്കും ഇല്ല, യാത്രക്കാർക്ക് ആർക്കും വലിയ പരിക്കുകളൊന്നുമില്ല. വണ്ടി മറിഞ്ഞ് അവിടെ നിന്ന് വന്നാണ് വണ്ടി ചവിട്ടി കിട്ടിയില്ല. അതായത് നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ലോ, ഇത് അതൊന്നുമില്ല. മെഴുകിയിട്ടേക്കണ ടാറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. വേണു, എന്തായാലും അങ്ങനെയാണ് നമ്മൾക്ക് ഈ റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് നാട്ടുകാർ ഇപ്പം ഇവിടെ സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എന്താണ് കേട്ടോ പ്രശ്നം? അല്ല, ഈ റോഡിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ നിൽക്കില്ല. അങ്ങനെ അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതും അധികൃതർ നാഷണൽ ഹൈവേ നോക്കണം. അല്ല, സ്ലിപ്പായി പോകുള്ളൂ. ഇവിടെ റോഡ് റീടാർ ചെയ്യേണ്ട സമയമായി. ഇത് മഴ പെയ്യുമ്പോഴേ അപകടം ഉണ്ടാക്കണം. വണ്ടി ചവിട്ടി ഇത്രയും വലിയ വണ്ടി ചവിട്ടിയാൽ കിട്ടാത്ത കാര്യം അതാ. നമ്മളും വണ്ടി ഓടിക്കണം, നമുക്കറിയാം. ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണത് തന്നെയാണ് ഇവിടെ. ഈ സിഗ്നല് എത്ര പ്രാവശ്യമായി മാറ്റണമെന്നറിയോ?
വേണു, ഇവർ പറയുന്നതിലൊരു കാര്യമുണ്ട്. നമുക്ക് ഈ റോഡിന്റെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാം, ഒരു ദേശീയപാതയുടെ സിഗ്നലിൽ ഒരു ചെറിയൊരു കുഴി പോലെ രൂപപ്പെട്ടിരിക്കുക. അത് നെടുനീളത്തിൽ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ പോയി അവിടെ ഒരു താഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് ഈ അപകടങ്ങൾക്ക് പലപ്പോഴും കാരണമാകാറുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പരാതിപ്പെടുന്നത്. അത് പലതവണ NHA അധികൃതരടക്കം അറിയിച്ചെങ്കിലും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി കൂടി അവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്, അവിടെ പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ ആ ഒരു കുഴി പോലെയുള്ള രൂപപ്പെട്ടിരിക്കുന്ന ഭാഗം കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇവിടെ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അങ്ങനെ നിരവധി പരാതികൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഈ അപകടത്തിന് ആക്കം കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഈ സിഗ്നലിൽ ടൈമറിന്റെ ആവശ്യമുണ്ട്. ടൈമറില്ലേ സിഗ്നലിൽ ലോങ്ങിൽ നിന്ന് വന്ന് പോകുന്ന, പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾ സിഗ്നലിൽ പോയാലും നിർത്താറില്ല. ഒരുപാട് അപകടങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കറക്റ്റായിട്ട് വേണം. ഇപ്പോൾ 1-2 പേരെ ഇപ്പോൾ ഇതേപോലെ രാത്രി എൻ്റെ അനിയൻ്റെ ഇതേപോലെ തന്നെ ഇടിച്ചിടാൻ പോയതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ടൈമർ വേണം. അവിടെ ഉണ്ടാകുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ല, പക്ഷേ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ അപകടങ്ങൾ കാണുന്നതാണ്. വലിയ വണ്ടിക്കാർ ഐഷറും അതും ഇതൊന്നും ചവിട്ടി നിർത്താറില്ല സിഗ്നൽ ഓഫ് ആകാനനുസരിച്ച്. അപ്പോൾ ടൈമർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ അപകടം കറക്റ്റായിട്ട് അത് ഇതാവുള്ളൂ, ഇല്ലാതെ ആവുള്ളൂ. വേണു, എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ നിരവധി പരാതികൾ ഉയർത്തുന്നുണ്ട്. പലതവണ ഇവർ ഈ പ്രശ്നങ്ങൾ പല ആളുകളോടായി ഉന്നയിച്ചതുമാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതെല്ലാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടത്തിന് ശേഷം മാറ്റുന്ന ഒരു സ്ഥിരം പരിപാടി ഇവിടെ നടക്കുന്നു എന്നുള്ള വിമർശനവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ സിഗ്നൽ സംവിധാനത്തിലെ അപാകതകളടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചതാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ഈ ചേട്ടൻ നമ്മളോട് വ്യക്തമാക്കിയത്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. റോഡിന്റെ അപാകത, ഒപ്പം സിഗ്നൽ സംവിധാനത്തിലെ പാളിച്ചകൾ, ട്രാഫിക് കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസുകാരില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ നിരവധി പരാതികൾ ഈ അപകടത്തിന് പിന്നാലെ ഉയരുന്നുണ്ട്. അശ്വിൻ തുടരുക. ഇപ്പോൾ ഈ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചി പനങ്ങാട് ബസ് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചുവെന്നാണ്. നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ആ ബൈക്ക് യാത്രക്കാരൻ തന്നെയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ പേരും വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയാണ്, ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് പേര്. മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ജിജോയെ. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ ഇയാളെ പറ്റിയുള്ളത്? ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ബസ് മറിഞ്ഞ് അതിനടിയിലേക്കാണ് ജിജോ വീണത്. തുടർന്ന് ജിജോയുടെ രക്തം വാർന്ന് അതിനടിയിൽ കിടക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാർ ജിജോയെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ തന്നെ വലിയ അവശ നിലയിലായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജിജോയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാക്കി 7 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ബസ് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. എന്താണ് അപകട കാരണം എന്നുള്ളതിന്റെ സാങ്കേതികത്വം ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ബസ് ആലപ്പുഴ ദിശയിൽ നിന്ന് വരികയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും ഈ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഇത് നിയന്ത്രണം വിട്ട് മറിയുകയും ഈ മീഡിയനിൽ ഇടിച്ച് മറിയുകയുമായിരുന്നു എന്നാണ് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഏർപ്പെട്ട ആളുകൾ പറയുന്നത്. അവർ ചേർന്നാണ് ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം മാറ്റിയത് ആദ്യഘട്ടത്തിൽ. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി. ആ ഘട്ടത്തിൽ തന്നെ ബസ്സിനടിയിൽ നിരവധി പേരുണ്ടായിരുന്നു. വലിയൊരു അപകടം സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിരുന്നു. പക്ഷേ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം സമയോചിതമായ ഇടപെടലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇവരെ ആളുകളെ തൊട്ടടുത്തുള്ള ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ 7 പേർ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. വലിയ ഗതാഗത കുരുക്ക് ദേശീയപാതയിൽ അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ 1 മണിക്കൂർ ഏറെ സമയമായിട്ട്. ഇപ്പോൾ ആ ഗതാഗത കുരുക്കിന് ഒരു താൽക്കാലിക ശമനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് ഈ ബസ് അപകടം നടന്ന സ്ഥലം വൃത്തിയാക്കുന്നതാണ്. അവിടെ ഈ ഗ്ലാസിന്റെ തരികളും അതോടൊപ്പം തന്നെ അല്പം രക്തവും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ
വസ്ത്രവും സ്കൂട്ടറിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി. അതെല്ലാം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് ഫയർഫോഴ്സ് കടന്നിരിക്കുന്നു. നിലവിൽ ഒരു വശത്തുകൂടി വാഹനം സുഗമമായി ആലപ്പുഴ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് കടത്തിവിടുന്നുണ്ട്. പക്ഷേ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിൽ തടഞ്ഞ് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അത് ഇതിന്റെ പൂർണ്ണമായ പ്രക്രിയകൾ അവസാനിപ്പിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് വാഹനങ്ങൾ ആലപ്പുഴ ദിശയിലേക്ക് വിടുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടുക്കി സ്വദേശി ജിജോയുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ബൈക്ക് യാത്രികനാണ്. ഈ ബസ് പൂർണ്ണമായും മറിഞ്ഞ് അതിനടിയിലേക്ക് പോവുകയായിരുന്നു ജിജോയെ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടം മുതൽ ജിജോ വലിയ രീതിയിൽ രക്തം വാർന്നിരുന്നു ജിജോയുടെ ശരീരത്തിൽ. അപ്പോൾ തന്നെ ആളുകൾ പ്രതികരിച്ചിരുന്നു, വലിയ ഹോപ്പൊന്നും വേണ്ട എന്ന തരത്തിൽ. പക്ഷേ നിലവിൽ പോലീസും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ഒരു മരണത്തിന്റെ കാര്യം. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഈ മഴയെ തുടർന്നായിരിക്കാം, അല്ലെങ്കിൽ മഴയുടെ വെള്ളക്കെട്ടുകൾ നിലനിന്ന പശ്ചാത്തലത്തിലായിരിക്കാം നിയന്ത്രണം നഷ്ടമായതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തൽ. ഈ ബസിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബസിന്റെ സീറ്റും അതോടൊപ്പം മറ്റ് ജിജോ ഓടിച്ചിരുന്ന വാഹനം, യൂണിക്കോൺ ബൈക്കാണ്, ആ വാഹനവും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ വലിയൊരു നാശനഷ്ടം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് വലിയ 40-ലധികം ആളുകൾ ആ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ കാര്യമായി പരിക്ക് ബസ് യാത്രക്കാർക്ക് സംഭവിച്ചിട്ടില്ല. 8 പേർക്ക് മാത്രമാണ് പരിക്ക് സംഭവിച്ചതെന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നു. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. കൊച്ചി പനങ്ങാട് ബസ് അപകടം. കല്ലട ബസ്സാണ് സിഗ്നൽ പോസ്റ്റിലിടിച്ച് മറിഞ്ഞത്. അതിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. 8 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർക്ക് നിസ്സാര പരിക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്.